ജനുവരി 26 റിപ്പബ്ലിക് ഡേ. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനകീയ സമ്പ്രദായമാണ് നമ്മുടെ മഹത്തായ രാജ്യത്തിൻ്റെ ഭരണഘടന. എഴുതിയുണ്ടാക്കിയതിൽ വെച്ച് ഏറ്റവും ബൃഹത്തായ ഭരണഘടന നിലവിൽ വന്ന ദിവസമാണ് 1950 ജനുവരി 26. മഹത്തായ നമ്മുടെ ഇന്ത്യ രാജ്യത്തിൻ്റെ ഭരണഘടന നിലവിൽ വന്ന ദിവസമാണ് ജനുവരി 26. ആ ദിവസമാണ് നാം റിപ്പബ്ലിക് ഡേ ആയി ആചരിച്ചു പോകുന്നത്. 1929 ലാഹോറിൽ ജവഹർലാൽ നെഹ്റുവിൻ്റെ അധ്യക്ഷതയിൽ കൂടിയ കോൺഗ്രസ് യോഗത്തിൽ പൂർണ്ണമായ സ്വരാജ്യത്തിനു വേണ്ടി പ്രമേയം അവതരിപ്പിക്കപ്പെടുകയും എല്ലാ വർഷവും മഹത്തായ രാജ്യത്തിന് ജനുവരി 26 സ്വാതന്ത്ര്യ ദിനമായി ആചരിക്കണമെന്ന് തീരുമാനമെടുക്കുകയും ശേഷം 1947 ഓഗസ്റ്റ് 15 മഹത്തായ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയതോടെ ജനുവരി 26 റിപ്പബ്ലിക് ഡേ ആയി ആചരിക്കുവാൻ തീരുമാനമെടുത്തു. 1947 ആഗസ്റ്റ് 15 മഹത്തായ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയെങ്കിലും ഇന്ത്യ എന്ന പരമോന്നത ജനാധിപത്യ മതേതരത്വ രാജ്യമായി പ്രഖ്യാപിക്കപ്പെട്ടതും അതിൻ്റെ ബൃഹത്തായ ഭരണഘടന നിലവിൽ വന്നതും അതിൻ്റെ പ്രഥമ രാഷ്ട്രപതിയായി ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന് തിരഞ്ഞെടുക്കപ്പെട്ടതുമായ ദിവസമാണ് ജനുവരി 26. അന്ന് മഹത്തായ രാജ്യത്തിൻ്റെ പ്രാധാന്യത്തെ നിലനിർത്തിക്കൊണ്ട് ഇന്ത്യ എന്ന മഹാരാജ്യത്തിൻ്റെ തലസ്ഥാന നഗരിയായ ഡൽഹിയിൽ അന്ന് മഹത്തായ രാജ്യത്തിൻ്റെ സൈനികരുടെ വൻ സൈനിക പരേഡും മഹത്തായ രാജ്യത്തിൻ്റെ പൈതൃകത്തെയും സംസ്കാര തനിമയും വിളിച്ചോതുന്ന തരത്തിലുള്ള ഒരുപാട് പരിപാടികളും അരങ്ങേറുന്നുണ്ട്. സൈനിക പരേഡ് രാഷ്ട്രപതി ഭവനിൽ നിന്നും ആരംഭിച്ച് രാജ്പഥ് വഴി ചരിത്രപ്രസിദ്ധമായ ചെങ്കോട്ടയിൽ എത്തി നിൽക്കുമ്പോൾ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ സൈന്യത്തിൻ്റെ പരമോന്നത നേതാവ് രാഷ്ട്രപതി അവരുടെ എല്ലാവരുടെയും സല്യൂട്ടുകൾ സ്വീകരിക്കപ്പെടുന്നു. ഇന്ത്യയുടെ 3 സൈനിക വിഭാഗങ്ങളും അവരുടെ ഔദ്യോഗികമായ വേഷത്തിൽ പരേഡിൽ സംഗമിക്കുമ്പോൾ അതൊരു വർണ്ണാഭമായ കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്ന് മതനിരപേക്ഷതയ്ക്കെതിരെ ഉയർന്നു വരുന്ന വെല്ലുവിളികളും ഇന്ത്യ എന്ന മഹത്തായ രാജ്യത്തിൻ്റെ തനതായ സാംസ്കാരിക പൈതൃകങ്ങളെ തകർത്തെറിഞ്ഞ് ഗൂഢശ്രമങ്ങൾ നടത്തുന്ന ഫാസിസ്റ്റ് വർഗീയ വിഭാഗീയ ചിന്തകൾ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യയിൽ മതേതരത്വവും ജനാധിപത്യവും സോഷ്യലിസവും തുടങ്ങിയ ഭരണഘടനയുടെ മുഖ്യമായ പ്രാധാന്യ മൂല്യങ്ങളെ ഇല്ലായ്മ ചെയ്യുവാൻ ഈ രാജ്യത്ത് ഒരു വിഭാഗം ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓരോ ഇന്ത്യക്കാരനും ഓരോ റിപ്പബ്ലിക് ഡേ ആഘോഷിക്കുമ്പോഴും മതനിരപേക്ഷയെ കരുത്താർജിക്കുന്ന അതിനെ ശക്തിപ്പെടുത്തുന്ന നിലയിലുള്ളതായ പ്രതിജ്ഞകൾ കൈമാറുകയാണ് വേണ്ടത്. ഈ ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടി ജീവൻ ത്യാഗം ത്യജിച്ച് സ്വാതന്ത്ര്യം നേടിത്തന്ന സ്വാതന്ത്ര്യ സമര സേനാനികൾ മഹത്തായ രാജ്യത്തെക്കുറിച്ച് വലിയ സ്വപ്നങ്ങൾ കണ്ടിരുന്നു. അവരുടെ സ്വപ്നങ്ങൾ നാളത്തെ ഇന്ത്യയിൽ പുലരട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി ആഗ്രഹിക്കാം. ഈ മഹത്തായ രാജ്യത്തിൻ്റെ റിപ്പബ്ലിക് ഡേ ആഘോഷിക്കുന്ന ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും ഇതിൻ്റെ സന്ദേശവും ആശംസയും കൈമാറുകയാണ്.